നീ എന്താ ചെയ്യുന്നത്? മര്യാദക്ക് ജോലി ചെയ്തുകൂടെ നിനക്ക്? ഇവൻ എന്നെ തല്ലി. രണ്ടുപേരും വേറെ വേറെ പണി ചെയ്താൽ മതി. ഹണി, നീ പോപ്പട്ടിനോടൊപ്പം ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തുടച്ച് മാറ്റേ. ഞാനൊന്ന് തുടച്ചു വെക്കാം, നീ മാറ്റിക്കോ. കണ്ടോ, അവൻ കുഴി മടിയനാ. ബോക്സ് ഇവിടെ ഇട്ടിട്ട് പോയിട്ട് കിടന്ന് നിലവിളിക്കാണവൻ. എടാ പൊപ്പട്ട് ബോക്സിന്റെ താഴെ കുടുങ്ങി, വേഗം ബോക്സ് പൊക്ക. നീ എന്തൊരു മടിയനാണ്, ഇപ്പോൾ ഒരു പണിയും ചെയ്യുന്നില്ല. എന്ത് പറഞ്ഞാലും ഇങ്ങനെയാ? നിനക്കൊരു ബോക്സ് പൊക്കാൻ പറ്റില്ലേ? എടാ ഞാനോ? ചെല്ല്, ചെന്ന് മുകളിലിരിക്കേ, അല്ലെങ്കിൽ നീ വീണ്ടും താഴെ വീഴും. കർത്താ, എല്ലാവരുടെയും സുഹൃത്താ, എന്റെ പൊപ്പട്ട് സുഹൃത്തിന് എന്താ സംഭവിച്ചത്? ഞാൻ വല്ലാത്ത മടിയനാണ്, എല്ലാവരും എന്നെ കോമാളിയാക്കി. സംശയമുണ്ടോ? അതെയോ? എങ്കിൽ നമുക്ക് ഡോക്ടർ ബാലുവിനൊന്ന് കണ്ടു കളയാം. അയാള് വട്ടന്മാരെ ചികിത്സിക്കുന്ന ഡോക്ടറല്ലേ? അയാളല്ല, അയാളുടെ ചേട്ടൻ. അയാള് ഡോക്ടറാ, ചെടികളുടെയും ഇലകളുടെയും ഡോക്ടറാണ്. നിന്റെ പ്രശ്നം അദ്ദേഹം തീർത്തു തരും. അതെയോ? എവിടെ പോയാൽ കാണാം? നീ വാ, അയാളുടെ അടുത്തേക്ക് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാം. കടന്നു വരൂ, കടന്നു വരൂ. മുടികൊഴിച്ചിൽ, വിശപ്പില്ലായ്മ, വയറ്റിലെ പ്രശ്നങ്ങൾ, വല്ലാത്ത ടെൻഷൻ, കണ്ണിൽ നിന്നും വെള്ളം വരിക, അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ പരിഹരിച്ചു തരാം. അതിനുള്ള എല്ലാ മരുന്നുകളും ഇവിടെ ഉണ്ട്. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. ഇദ്ദേഹം വൈദ്യനാണ്, സംശയമുണ്ടോ? ഇങ്ങോട്ട് വരൂ, എന്നിട്ട് ഉച്ചത്തിൽ പറയ്, വൈദ്യൻ. 1000 വർഷങ്ങളായിട്ട് വലിയ വലിയ വൈദ്യന്മാരും മുനിവര്യന്മാരും കണ്ടുപിടിച്ച മരുന്നുകളാണ് ഈ ഔഷധങ്ങൾ. പറഞ്ഞോളൂ, നിനക്കെന്താണ് പ്രശ്നം? ഇവന് വല്ലാത്ത മടിയാണ്. അതെയോ? ഓഹോ, ഇവന്റെ പ്രശ്നം ചെറുതാണ്. സ്പീഡ് കുറച്ച് കുറവാണ്, ബിപിയും കുറവാണ്. ഞാൻ നിനക്ക് കുറച്ച് ഗുളികകൾ തരാം. വേണ്ട വേണ്ട, എനിക്കതൊന്നും വേണ്ട. വൈദ്യരെ, നിങ്ങളുടെ മരുന്ന് എന്തായാലും അടിപൊളി തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഡബിൾ എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി 1 മാസത്തെ ഡോസ് കൂടെ തന്നേക്കൂ. സണ്ണി, നീ ഇദ്ദേഹത്തെയാണോ കാണിക്കുന്നത്? പിന്നല്ലാതെ, അതുകൊണ്ടാണ് അവൻ ഇത്രയും ശക്തി. ദേ നോക്ക് ഫോട്ടോ. റോക്കി ബോക്സർ പോലും ഇദ്ദേഹത്തിന്റെ അടുത്ത് മരുന്ന് വാങ്ങുന്നത്. ഇതെന്തായാലും അടിപൊളി തന്നെയാ. എന്നാൽ എനിക്കും ഗുളികകൾ തരൂ പ്ലീസ്. നീ എന്നെ അപമാനിച്ചിരിക്കുകയാണ്. എന്റെ ഗുളികകളെ നീ വല്ലാതെ പുച്ഛിച്ചു. അതുകൊണ്ട് നിനക്ക് ഞാൻ ഗുളികകൾ തരില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ. ഡോക്ടറെ, പ്ലീസ് പ്ലീസ് കൊടുത്തേക്കൂ. ഇങ്ങടുത്തേക്ക് വാ. ഈ 2 ഗുളികകൾ ഒരു ദിവസം 4 പ്രാവശ്യം കഴിക്കണം. 1 മാസം കഴിച്ചിട്ട് തിരിച്ചു വാ. 1 മാസത്തിനുള്ളിൽ നീ ശക്തനായിട്ട് മാറും. എന്റെ അടുത്ത് അത്രയും സമയമൊന്നുമില്ല. എന്താ കാണിച്ചത്? 2ൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. 200 200 എനിക്കതൊന്നും പ്രശ്നമില്ല. താങ്ക് യു കർത്ത, വളരെ നന്ദിയുണ്ട് വൈദ്യരെ. അങ്ങക്ക് എന്റെ ഗ്രാൻഡ് സല്യൂട്ട്. എന്റെ അമ്മോ, എനിക്ക് വല്ലാത്ത ഭാരം തോന്നുന്നുണ്ടല്ലോ. അല്ല, ഇതെന്താ? കാക്കകൾ എന്നെ കണ്ടു പേടിക്കുന്നോ? ഞാൻ ശക്തനാകുന്ന ഗുളിക കഴിച്ച വിവരം ഇവർ അറിഞ്ഞു എന്ന് തോന്നുന്നു. എന്റെ അമ്മ, കൊച്ചളിയാ, ഡ്രാഗൺ. നിങ്ങൾക്ക് എന്താണ് വട്ടുപിടിച്ചോ? എന്നെ നിന്നെ കല്ലെറിയുന്നേ? ജോർദാറെ മാറിപ്പോ, അവൻ വായിൽ നിന്ന് തീ തുപ്പും. എന്തിനാണ് തീ തുപ്പുന്നത്? ഞാൻ അതിന് മുളകൊന്നും കഴിച്ചിട്ടില്ലല്ലോ. സംശയമുണ്ടോ? എടാ, ഇത് പൊപ്പട്ടാണ്, കർത്തയുടെ സുഹൃത്താ. ഇത് പോപ്പട്ടാണ്. നിനക്കെന്താടാ എന്നെ മനസ്സിലായില്ലേ? നിനക്ക് എന്താ സംഭവിച്ചത്? ശക്തി കൂടാനുള്ള എന്റെ മരുന്നിവൻ ഒരുപാട് കഴിച്ചു. ഇവന്റെ സൈസ് വലുതായി. സൈസ് വലുതായി എന്ന് വെച്ചാൽ ഇതെന്താ ഈ സംഭവിച്ചത്? പേടിക്കണ്ട, ഇങ്ങോട്ട് വാ. ഈ മരുന്നിന് എന്റെ കയ്യിൽ മറുമരുന്നുണ്ട്. എല്ലാം ശരിയാവും. ഇങ്ങോട്ട് വാ, ഈ ഗുളിക കഴിക്ക്.
എടോ എന്താണ് ഈ കഴിക്കാൻ തന്നത്? പച്ചമുളകും കാന്താരിമുളകും പൊടിച്ച് അതിന്റെ കൂടെ കുരുമുളക് സമം ചേർത്ത് ഇഞ്ചി നീരിൽ കാച്ചിയെടുത്ത മരുന്നാണിത്. നീ ആദ്യം അമിതമായി കഴിച്ച മരുന്നിനുള്ള മറുമരുന്നാണ് ഞാൻ ഇപ്പോൾ തന്നത്. രണ്ടാമത് നീ മരുന്ന് കഴിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ മരുന്നിന്റെ ശക്തി മുഴുവനായും ക്ഷയിക്കും. 12 മണിക്കൂർ കഴിയുമ്പോൾ നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. എന്ത് 12 മണിക്കൂറോ? Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. അച്ഛാ ദേ നോക്ക് ഡ്രാഗൺ വരുന്നുണ്ട്. എന്റെ കുട്ടിയെ പേടിപ്പെടുത്തുന്നോ? ഇന്ന് പിടിച്ചു. എന്റെ അടുത്താണോ കളി? ഇപ്പൊ കാണിച്ചു തരാം. എടാ ഇത് മരുന്നിന്റെ പ്രശ്നമാണ്. അതാണ് ഫയർ ഷോട്ട് വരുന്നത്. ഇവന്മാരെല്ലാം കൂടി എന്റെ പണി തീർക്കും. ആദ്യം ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്കണം. ഈ അവസ്ഥയിൽ പൊപ്പട്ട് ഇവിടുന്ന് പോകുന്നത് വലിയ ആപത്താണ്. ഡ്രാഗൺ ഓടിക്കൂ, ഓടിക്കൂ, രക്ഷപ്പെട്ടോളൂ. ഡ്രാഗൺ എടോ ആരും തന്നെ പേടിക്കണ്ട. ഞാൻ തന്നെ എന്നെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. സംശയമുണ്ടോ? ഉറക്കം വരുന്നില്ലെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ. എന്നിട്ട് കഥ കടച്ച് കിടന്നുറങ്ങൂ. കാരണം സിറ്റിയിൽ വന്നിരിക്കുകയാണ് ഒരു വലിയ ഡ്രാഗൺ, തീ തുപ്പുന്ന ഡ്രാഗൺ. ഇതാ നോക്കൂ അതിന്റെ വീഡിയോസ്. ഇപ്പോൾ കിട്ടിയ വാർത്ത, ഈ ഡ്രാഗൺ 2 കോഴിയെയും ഒരു മുയലിനെയും പൊക്കിയിരിക്കുന്നു. ഇതെന്ത് വാർത്തയാണ് ഈ കേൾക്കുന്നത്? പോപ്പട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ അപകടം പിടിച്ച ഡ്രാഗണെ പിടിക്കാനായിട്ട് ആർമി അലർട്ട് ചെയ്തിരിക്കുകയാണ്. സയന്റിസ്റ്റുകൾക്ക് റിസർച്ച് ചെയ്യാനായിട്ട് ഡ്രാഗണെ ജീവനോടെ വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. സിറ്റി മുഴുവൻ ഹൈ അലർട്ടിലാണ്. നിങ്ങൾക്കാർക്കെങ്കിലും ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നു കൊള്ളുക. പൊപ്പട്ടിന്റെ ജീവൻ ആപത്തിലാണ്. അവനെ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് രക്ഷിക്കണം. വരൂ. വാവ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്രീൻ. ഞാൻ അവനെ വിടില്ല. വാവ്, ഇവൻ നമ്മുടെ ജീവനോടെ വിടില്ല. ഓടിക്കോ. എടാ ഞാൻ തളർന്നു. എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കാം. ഡ്രാഗൺ എത്താ പോകുന്നു. ഇവനെയാണ് സിറ്റിയിൽ എല്ലാരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സിറ്റി മുഴുവൻ വിജനമാണ്. എല്ലാവരും വീട്ടിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഈ ഓപ്പറേഷൻ ലൈവിൽ കാണിക്കാൻ പോവുകയാണ്. ഉറക്കം വന്നില്ലെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കൂ. നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ഓപ്പറേഷൻ ഡ്രാഗൺ. ഡ്രാഗണെ കണ്ട ഉടനെ നശിപ്പിച്ചേക്ക്. നശിപ്പിക്കണ്ട, അവനെ പിടിക്കണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമായി തീരും. ഞാൻ ബോംബിട്ടവനെ നശിപ്പിക്കും. വേണ്ട, ഞങ്ങൾക്ക് അവനെ ജീവനോടെ വേണം. ആദ്യം ആ ഡ്രാഗൺ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. ഉടൻ തന്നെ ഇൻസ്പെക്ടർ പാണ്ഡയ്ക്ക് ഫോൺ ചെയ്യണം. എന്നാൽ അതിനു മുൻപ് ഐഡിയ. ഇൻസ്പെക്ടർ പാണ്ഡ, ആ ഡ്രാഗനെ ഞാൻ പിടിച്ചു കഴിഞ്ഞു. അതെ, ലാലാ നഗറിലുള്ള ആൽമര ചൂട്ടിലാണ്. പെട്ടെന്ന് വരൂ. ബണ്ണി ഇവിടെ വേഗം വാ. എടാ മാറി നിൽക്ക, ഇത് ഡ്രാഗനാണ്. എടാ മണ്ട, ഇത് പൊപ്പട്ടാണ്. നിനക്കെന്താ വട്ടാണോ? പോപ്പട്ട് എങ്ങനെയാ ഇത്രയും വലുതാകുന്നത്? വെക്ക് വെടി. വേണ്ട, അങ്ങനെ ചെയ്യരുത്. ഇൻസ്പെക്ടർ പാണ്ഡ, ഇത് ഞങ്ങളുടെ സുഹൃത്ത് പൊപ്പട്ടാണ്. നിങ്ങൾക്ക് എന്താ വട്ട് പിടിച്ചോ? പറ്റില്ല. അവരെന്തെങ്കിലും ചെയ്യാണെങ്കിൽ അത് ഞങ്ങൾ ചെയ്തിട്ട് മതി. മേജർ സാറേ, ഇവർ നല്ല കുട്ടികളാണ്. സിറ്റിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് സമയം തരാം. ഈ സിറ്റി അപകടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ മാറിയില്ലെങ്കിൽ എല്ലാവരുടെയും കാര്യം പോക്കാം. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞങ്ങൾ ഒരിക്കലും പോപ്പട്ടിനെ വിട്ട് പോവില്ല.
കർത്ത എല്ലാവരുടെയും സുഹൃത്താ, അവനെ ഒന്നും ചെയ്യരുത്, അവൻ പൊപ്പട്ടാണ്. ഇങ്ങോട്ട് വരൂ. ഓ, ഓ. നോക്കൂ, നിങ്ങൾ കാര്യം മനസ്സിലാക്കൂ. കാര്യം എന്താണെന്ന് അറിയാതെ വേറെ കാര്യം ചെയ്താൽ ചെയ്യേണ്ട കാര്യം ചെയ്യാൻ പറ്റാതെ ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാൻ നോക്കിയാൽ ചെയ്യാവുന്നതെല്ലാം ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും മനസ്സിലാക്കാതെ മറന്നുപോകും. ഇങ്ങോട്ട് വരൂ. മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് മനുഷ്യന്റെ മനസ്സിന് നല്ലത്. ഇത് പോപ്പറ്റാണ്. ഇവൻ എന്റെ ഗുളികയുടെ ഓവർഡോസ് കാരണം ഇങ്ങനെ ആയിപ്പോയതാണ്. ട്രെൻഡിംഗ് ന്യൂസ്. ഗുളിക കഴിച്ച പോപ്പറ്റ് ഡ്രാഗണായി. ഇതാണ് അത്ഭുത വൈദ്യൻ. ഇദ്ദേഹത്തിന്റെ ഒരു ഗുളികയിൽ ഒരു പാവപ്പെട്ട പോപ്പറ്റ് ഡ്രാഗണായി മാറി. ഇദ്ദേഹം ഒരു ദുഷ്ടനാണ്. ഇങ്ങോട്ട് വരൂ. മണ്ടത്തരങ്ങൾ വിളിച്ചു പറയരുത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. വലിയ ആൾക്കാർ സംസാരിക്കുന്നതിനിടയ്ക്ക് വെറുതെ ഇടയ്ക്ക് കയറി വന്ന് സംസാരിക്കാൻ നിൽക്കരുത്. വായിൽ വിരല് വെച്ച് 2 ചെവിയും പൊത്തി ഒരു വശത്തേക്ക് മാറി നിൽക്കേ. ഒരു ഗുളികയിൽ ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുക? ഓ ഓ ഓ ദാ, ഇതുപോലെ. ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇത് ഓ പോപ്പറ്റ് ചെറുതായിക്കൊണ്ടിരിക്കുന്നു. ഇതെന്തായാലും കൊള്ളാം. ഇതിനെല്ലാം കാരണം എന്റെ മരുന്നുകളാണ്. നിങ്ങളുടെ ഏത് രോഗവും മാറ്റാനുള്ള കഴിവ് എന്റെ മരുന്നുകൾക്കുണ്ട്. തലകറക്കം, നെഞ്ചരിച്ചിൽ, വിശപ്പില്ലായ്മ, തലക്കകത്ത് വല്ലാത്ത പോച്ചിൽ, കാലുവേദന, കണ്ണുവേദന, എല്ലാ വേദനയും ഒറ്റ മരുന്ന് കൊണ്ട് മാറ്റാം. എന്റെ അടുത്തേക്ക് വരൂ. എല്ലാ രോഗങ്ങളും മാറ്റൂ. മരുന്ന് ഞാൻ തരാം. വേഗം വരൂ. അടുത്ത് വരൂ. നമുക്കാദ്യം മരുന്നുകളൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യണം. മരുന്നിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ഇദ്ദേഹത്തെ റിസർച്ച് ചെയ്യാം. വേഗം വരൂ. എന്നെ രക്ഷിക്കൂ.